ഒരു വിഷയം. ഓഫീസ് ഓർഗനൈസേഷനും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും അല്ലേ, ഓഫീസ് മാനേജ്മെൻറ്റ്, ഈ രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. ഇന്ന് അതിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഓഫീസ് ഡോക്യുമെൻറ്റേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ്, അത് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ബിസിനസ്സിനെ വളർത്തുന്നത്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഡോക്യുമെൻറ്റ്സ് കൈകാര്യം ചെയ്യാതിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബിസിനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഫേമിന് ഏതൊക്കെ രീതിയിലാണ് തലവേദനകൾ സൃഷ്ടിക്കുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഈ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയാമോ? ഡോക്യുമെന്റേഷൻ എന്നതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നറിയാമോ? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ? ഓക്കെ, അതായത് രേഖകൾ കൃത്യമായിട്ട് അല്ലെ, എല്ലാത്തിനും ഒരു കൃത്യമായിട്ടൊരു രേഖകൾ ഉണ്ടാക്കുക, അതല്ലെങ്കിൽ ആ രേഖകൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കലി സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് അത് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഓഫീസ് ഡോക്യുമെന്റേഷൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. റെക്കോർഡ് കീപ്പിംഗ് ഇൻ CRM, മെയിൻലി ഇൻ CRM, അല്ലേ, അവർ ടോക്ക് is almost related to our customer relationship management. So ഈ CRMുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മെയിനായിട്ട് നമുക്ക് ഈ ഓഫീസ് ഡോക്യുമെന്റേഷൻ എങ്ങനെ പറയാം? ഇറ്റ് മീൻസ് സിസ്റ്റമാറ്റിക്കലി കീപ്പിംഗ് ഓൾ ദ ഇൻഫർമേഷൻ, എല്ലാ വിവരങ്ങളും. ഇപ്പോൾ നമ്മുടെ ക്ലയൻസിനെ കുറിച്ചാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫുകളെ കുറിച്ചാണെങ്കിലും, അതല്ലെങ്കിൽ നമ്മൾ സ്റ്റാഫുകളുമായിട്ട് നടത്തിയ ഇടപാടുകളെ കുറിച്ചാണെങ്കിലും, അവരുമായിട്ട് നടത്തിയ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണെങ്കിലും, എല്ലാ കാര്യങ്ങളും ഇൻഫർമേഷൻ കറക്റ്റ് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഡോക്യുമെന്റേഷനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നീട് അത് ആവശ്യ സമയത്ത് വേഗം ഉപയോഗപ്പെടുത്താൻ പറ്റും അല്ലേ. ഇപ്പം അതിന് എന്തൊക്കെയാണ്, ഇപ്പോൾ പൊതുവേ നമ്മുടെ ഒരു ഓഫീസ് സ്ട്രക്ചറിൽ എന്തൊക്കെയായിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും? അതിൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കത്തും അത്. അതായത് എന്താ പറയുക, ഇപ്പോൾ അറ്റൻഡൻസ് രജിസ്റ്റർ അല്ലേ, ഒരാളെപ്പോൾ വന്നു, ഇപ്പം ഇന്നിപ്പോൾ അത് പഞ്ചിങ് മെഷീൻസ് ആണ്. അപ്പോൾ ആ പഞ്ചിങ് മെഷീൻസിൽ കൃത്യമായിട്ട് രേഖകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മളവിടെ ജസ്റ്റ് പഞ്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ, പക്ഷെ അവിടെ കൃത്യമായിട്ട് എല്ലാം, ഇയാൾ ഇത്ര സമയത്ത് വന്നു, 9:30 വന്നു, അല്ലെങ്കിൽ 9:35 വന്നത്, 5 മിനിറ്റ് ലേറ്റ് ആണ്, എല്ലാം അവിടെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അതെന്നും നോക്കിയാൽ ആ ഒരു വർഷം അവസാനം വരെ അതിൽ സേവ്ഡ് ആയിരിക്കും, അതല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെന്ന് അർത്ഥം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സാലറി റെക്കോർഡ്സ് അല്ലേ, അതായത് ഒരാൾക്ക് ഈ മാസം എത്ര സാലറി കൊടുത്തു, കഴിഞ്ഞ വർഷം എത്ര കൊടുത്തു, അതിൽ ഇൻക്രിമെന്റ് എന്താണ് വന്നത്, ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള റെക്കോർഡ്സ്, ഇതും ഒരു ഡോക്യുമെന്റേഷന്റെ ഭാഗമാണെന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ CRMന്റെ ഫസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ ക്ലയൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റാബേസ് അല്ലേ, ക്ലയൻറ്റിൻ്റെ പേര് വിവരങ്ങൾ, ആ ക്ലയൻറ്റിൻ്റെ ആവശ്യകതകൾ, അവരുടെ കപ്പാസിറ്റി, അവർ ബൾക്കായിട്ട് ഓർഡർ ചെയ്യുന്നവരാണോ, അവർ എത്രത്തോളം മാസം കൂടുമ്പോഴാണ് ഓർഡർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കംപ്ലൈൻറ്റുകൾ വരുമ്പോൾ അല്ലേ, കൃത്യമായിട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ സർവീസിനെ കുറിച്ച് കംപ്ലൈൻറ്റുകൾ വരുമ്പോൾ ആ കംപ്ലൈൻറ്റുകൾ രേഖപ്പെടുത്താൻ ഇതിനൊക്കെയാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ, നമ്മുടെ ഈ ടാക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലേ, അതായത് നമ്മുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ നമ്മുടെ കച്ചവടത്തിൻ്റെ ടാക്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്താനും സ്റ്റോർ ചെയ്യാനും ആ ഇൻഫർമേഷൻസ് പിന്നീട് ആവശ്യമെന്ന് തോന്നുന്ന സമയത്ത് ഉപകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ സ്റ്റോർ ചെയ്യാം. നമ്മളിപ്പോൾ ഈ രേഖകളൊക്കെ എടുത്തിട്ട് കൂട്ടിയിട്ട് റൂമൊക്കെ ഇടുന്നതിന് ഡോക്യുമെന്റേഷൻ എന്ന് പറയില്ല. അല്ലെങ്കിൽ എന്താ പറയുക, അത് ആ പേപ്പറുകളാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ഡിജിറ്റലി നമ്മൾ സേവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ. ഇതൊക്കെ വെറുതെ കൂട്ടിയിടുന്നതിലപ്പുറത്ത് കൃത്യമായി എപ്പോഴും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ അതിന് കുറച്ച്, അതായത് ഈ സ്റ്റോർ ചെയ്യുന്നതിന്, ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നതിന് ചില നിബന്ധനകളുണ്ട്, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അത് നമുക്കിന്ന് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന രീതിയിൽ സേവ് ചെയ്യുന്നതിനാണ് ഓഫീസ് ഡോക്യുമെന്റേഷൻ എന്ന് നമ്മൾ ടേം ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം അതിനൊരു വേറൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ നമുക്ക് ഇപ്പോൾ എനിക്കൊന്നുകൂടെ റിലേറ്റ് ചെയ്യാൻ കഴിയുന്നത് സ്കൂളിലത്തെ കാര്യമാണ്, അതുകൊണ്ട് പറയാണ്.
ഇപ്പോൾ അഡ്മിഷൻ റെക്കോർഡ്സ് ഉണ്ടാവും അല്ലേ? ഒരു കുട്ടിയെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കുട്ടിയുടെ വരുന്ന സമയത്ത് എത്ര പേയ്മെൻറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മളവിടെ റെക്കോർഡ് ചെയ്യും അല്ലേ? പിന്നെ അതുപോലെ തന്നെ ആ കുട്ടിയിൽ ആ ഒരു റെക്കോർഡ്സിൽ പിന്നീട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ആ കുട്ടിയുടെ ടേം എക്സാംസ്, അതിൻ്റെ റിസൾട്ടുകൾ, പിന്നെ അതുപോലെ തന്നെ ഫീയുമായി ബന്ധപ്പെട്ടിട്ട് ടേം ഫീകൾ, ട്യൂഷൻ ഫീകൾ, അതുപോലെ തന്നെ വെഹിക്കിൾ ഫീ, എല്ലാ കാര്യങ്ങളും അതിൽ പിന്നീട് ഇങ്ങനെ അല്ലേ, ഇതൊക്കെ ഡോക്യുമെന്റേഷന്റെ ഭാഗമാണ്. ഇതൊക്കെ വളരെ കണ്ണിങ് ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തുക എന്നുള്ളിടത്താണ് എന്ത് ചെയ്യുന്നത്, ഒരു ഡോക്യുമെന്റേഷൻ നന്നാവുള്ളൂ. അങ്ങനെ നന്നായാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കമ്പനിക്ക് കൂടുതലായിട്ട് വളരാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ, എന്തിനാ ശരിക്കും ഈ ഡോക്യുമെന്റേഷൻ്റെ ആവശ്യം എന്താ? വൈ ഡോക്യുമെന്റേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ലീഗലി ഒരു പ്രൊട്ടക്റ്റഡ് മോഡിലേക്ക് നമുക്ക് നമ്മുടെ ഓഫീസിനെ അല്ലെങ്കിൽ നമ്മുടെ ഫേമിനെ നമുക്ക് മാറ്റാൻ കഴിയും. ലീഗൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. ലീഗൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റുകൾ, അതായത് പ്രശ്നങ്ങളും എന്താ പറയുക വാക്ക് തർക്കങ്ങളും അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഒരാൾ പറയാണ് ഫീസ് അടച്ചു, അതല്ലെങ്കിൽ അപ്പോൾ ഈ അപ്പുറത്ത് മറ്റേ ആൾ പറയണില്ല ഫീസ് അടച്ചിട്ടില്ല അല്ലേ, അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ആയി. അത് പിന്നീട് ഒരു വലിയൊരു ഇഷ്യൂ ആവാനും ഒരുപക്ഷെ കേസും കാര്യങ്ങളൊക്കെ ആവാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി അതിപ്പോൾ അഡ്മിഷൻ റെക്കോർഡ്സുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അങ്ങനെ, ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ടാക്സിൻ്റെ നമ്മൾ കൃത്യമായിട്ട് നമുക്കറിയാം. ഇപ്പോൾ ED ഒക്കെ റെയ്ഡും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവരൊക്കെ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ കമ്പനിയുടെ ടാക്സ് എങ്ങനെയാണ് അവർ ഇത് ചെയ്തിട്ടുള്ളത്, ഫയൽ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയൊക്കെ എത്രത്തോളം കൃത്യമായിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത്, പേയ്മെൻറ്റും കാര്യം നമ്മുടെ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട നികുതിയൊക്കെ അടക്കുന്നുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുഴുവൻ ഡോക്യുമെന്റ് ചെയ്തു വെക്കുന്നത് കൊണ്ടാണ് അല്ലേ നമുക്ക് അത് എന്താ പറയുക കമ്പനിയെ എന്നും നിലനിർത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ലീഗൽ പ്രൊട്ടക്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക പെർഫോമൻസ് ട്രാക്ക് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മുടെ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡോക്യുമെന്റ് ചെയ്യുന്നത് വഴി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പെർഫോമൻസ് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. കമ്പനി എത്രത്തോളം വളരുന്നുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലേ, നമുക്കൊക്കെ ഓരോ ടാർഗറ്റ് ഉണ്ടാവും. ഈ വർഷം ഇത്ര ഉയരത്തിലേക്ക്, ഇപ്പോൾ 2026 കഴിയുമ്പോഴേക്ക് എൻ്റെ കമ്പനി ഇത്ര ടേൺ ഓവറിലേക്ക് വരണം എന്ന ഒരു പ്ലാൻ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും. പക്ഷേ ആ പ്ലാനിനനുസരിച്ചിട്ട് കമ്പനി വളർന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറവ് വന്നിട്ടുണ്ടോ, എവിടെയാണ് കുറവ് വന്നത് എന്നൊക്കെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ ഈ ഒരു ഡോക്യുമെന്റേഷനെ കൊണ്ട്, അതായത് എല്ലാ വിവരങ്ങളും ഓൺലൈനിലോ അല്ലെങ്കിൽ എന്താ പറയുക കൃത്യമായിട്ട് രേഖ ആക്കുന്നതിൽ, ഡോക്യുമെന്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറയും, അക്യുമുലേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, സുതാര്യമായിരിക്കും എന്ന് പറയാം. അതായത് ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. നമുക്ക് ഇപ്പോൾ ഈ ഒരു ഫണ്ട് എവിടെ പോയി, അതല്ലെങ്കിൽ പിന്നീട് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്, അല്ലെങ്കിൽ എന്താ ഇതിനെങ്ങനെ പരിഹരിക്കാം, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വളരെ വ്യക്തമായിട്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടും, ഒരു മറുപടി കിട്ടും ഈ ഒരു ഡോക്യുമെന്റേഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ഫ്യൂച്ചർ റെഫറൻസസിന് നമുക്ക് ഈ ഡോക്യുമെന്റേഷൻസ് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷം എന്തൊക്കെയാണ് കച്ചവടം കൂടി, ഈ വർഷം കച്ചവടം കുറഞ്ഞു, അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നത്, അപ്പോൾ അത് കഴിഞ്ഞ വർഷത്തെ നമുക്ക് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം കൂടുതലുണ്ടായിരുന്ന എന്തൊക്കെയാണ് നമ്മൾ പ്രാവശ്യം മാറ്റി വരുത്തി എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്യാനും പഠിക്കാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് ഇതിൽ ഈ ഒരു രീതിയിൽ ഡോക്യുമെന്റേഷനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരാൾ പറയാണ്, ഒരു എംപ്ലോയി പറയാണ് കഴിഞ്ഞ വർഷം എനിക്ക് ഇത്ര സാലറിയാണ് കിട്ടിയിരുന്നത്, ഇപ്രാവശ്യം എനിക്ക് ഇൻക്രിമെൻറ്റ് വേണമെന്ന് അല്ലേ. ഇപ്പോൾ ഒരു പുതിയ HR വന്നു. പുതിയൊരു HR വന്ന സമയത്ത് ഇയാൾ പറയാണ് എനിക്ക് കഴിഞ്ഞ വർഷം ഇങ്ങനെ സാലറി കിട്ടിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനുശേഷം എനിക്ക് സാലറി ഹൈക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ രീതിയിൽ ഒരു എംപ്ലോയി വന്ന് പുതിയ HR ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും HR അത് ഒറ്റയടിക്ക് കൊടുക്കില്ല. അവർ ആളുടെ പഴയ ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യും, റെഫർ ചെയ്യും, എന്നിട്ട് അതിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ, രേഖപ്പെടുത്തിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഹൈക്ക് അദ്ദേഹത്തിന് കൊടുക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാം കൊണ്ടും നമ്മുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ വളർച്ചയ്ക്ക്, നമ്മളൊക്കെ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹമുള്ളവരാണ്, നമുക്ക് ആ ഒരു ഫേം ഉയരങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഓഫീസ് ഡോക്യുമെന്റേഷൻ ഈസ് സോ മച്ച് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് സിമ്പിളായിട്ട്
ഓഫീസ് റെക്കോർഡുകളുടെ ഒരു വ്യത്യസ്ത തലങ്ങൾ നമുക്ക് പഠിക്കാം. അതായത് ഇപ്പോൾ ഓഫീസ് റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള റെക്കോർഡുകളാണ്. രണ്ട് തരത്തിലാണ് നമ്മളിന്ന് ഓഫീസ് ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാറുള്ളത്. രണ്ട് തരം എന്ന് പറഞ്ഞാൽ ഒന്ന് ഫിസിക്കൽ റെക്കോർഡ്സ്, രണ്ട് അപ്പോൾ ഏതായിരിക്കും? ഒന്ന് ഫിസിക്കൽ റെക്കോർഡ്സ് ആകുമ്പോൾ രണ്ട് ഏതായിരിക്കും? ഡിജിറ്റൽ റെക്കോർഡ്സ്. അതെ, ഒന്ന് ഫിസിക്കൽ റെക്കോർഡ്സ്, രണ്ടാമത്തേത് ഡിജിറ്റൽ റെക്കോർഡ്സ്. നമ്മുടെ ഫിസിക്കൽ റെക്കോർഡ്സിന് എന്തൊക്കെ ഉദാഹരണം പറയാം? നമ്മുടെയൊക്കെ എന്താ പറയുക, നമ്മൾ കണ്ട ഓഫീസുകളിൽ ഇപ്പോൾ സ്കൂളിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഓഫീസുകളിലൊക്കെ ആണെങ്കിലും നമ്മൾ എന്തൊക്കെ ഉദാഹരണം പറയാം? പേപ്പർ ഫയൽസ് അല്ലേ? റഷീദ മാം എന്തോ പറയാൻ വന്നു, പറഞ്ഞോളൂ. ഓക്കെ, പേപ്പർ ഫയൽസ്. പിന്നെ അതുപോലെ തന്നെ രജിസ്റ്ററുകൾ അല്ലേ? രജിസ്റ്ററുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പേപ്പർ ഫയലുകൾ. പിന്നെ നമ്മുടെ ബോണ്ട് പേപ്പറുകൾ, അതായത് കരാറ് കോൺട്രാക്ട് പേപ്പറുകൾ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ എന്താ പറയുക ഒരു പേപ്പർ ഫിസിക്കൽ റെക്കോർഡ്സുകളാണ്. എന്തിന്? നമുക്കറിയാം നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കെട്ടുകണക്കിന് അവിടെ പേപ്പറുകൾ നമുക്ക് കാണാൻ കഴിയും. എല്ലാ പേപ്പറുകളും, FIRന്റെ കോപ്പികളും, അതും ഏതൊക്കെ ഇപ്പം നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവും. ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണമെന്ന് പറയുമ്പോൾ ആ പോലീസ് സ്റ്റേഷൻ മുഴുവൻ തല കീഴായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എന്താ പറയുക, ആ ഒരു ഫയലിന് വേണ്ടിയിട്ട് തിരയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണും വീഡിയോയിൽ, സിനിമകളിലൊക്കെ. പക്ഷെ ഇന്നിപ്പോൾ അതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ ഫിസിക്കൽ റെക്കോർഡ്സിനുള്ള ഉദാഹരണങ്ങൾ പറയാം. ഇനിയിപ്പോൾ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ റെക്കോർഡ്സ്. ഡിജിറ്റൽ റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ എല്ലാം ക്ലൗഡ് സ്റ്റോറേജുകളാണ് അല്ലേ? ക്ലൗഡ് സ്റ്റോറേജുകളാണ്. പിന്നെ അതുപോലെ തന്നെ CRMൻ്റെതായിട്ടുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്. ഓരോ കസ്റ്റമേഴ്സിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കാനും സേവ് ചെയ്യാനൊക്കെയുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇമെയിൽ ആർക്കൈവ്സ് ഉണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ നമുക്ക് വിവരങ്ങൾ, ഡോക്യുമെന്റേഷൻ സേവ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ നടത്തും. ഇന്നിപ്പോൾ നമ്മുടെ പോലീസ് സംവിധാനങ്ങളാണെങ്കിലും, ഞാൻ ഇപ്പോൾ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് പറയാം കേട്ടോ. പോലീസ് സംവിധാനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറി, പണ്ടത്തെ പോലെയൊന്നുമല്ല. പണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പേപ്പർ ഫയൽസ് ആകുമ്പോൾ അല്ലേ, സ്വാഭാവികമായിട്ട് ഒരു കേസിൻ്റെ നമ്പർ കിട്ടി. ആ നമ്പർ എന്താണെന്ന് ആ സ്റ്റേഷനിൽ ഒന്നുകിൽ ആ സ്റ്റേഷനിൽ വിളിച്ച് പറയണം, ചോദിക്കണം. അപ്പോൾ ആ കേസിൻ്റെ നമ്പർ കൊടുത്തിട്ട് ആ സ്റ്റേഷനിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ പോയിട്ട് എല്ലാ പേപ്പറുകളും എടുത്ത് നോക്കി ആ കേസ് എന്താണ് ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു തരിക. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഒരു കേസിൻ്റെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനിൽ ജസ്റ്റ് ആ നമ്പർ അടിച്ചു കൊടുത്താൽ മതി. നമുക്കതിൻ്റെ ആ കേസിൻ്റെ മുഴുവൻ വിവരങ്ങളും, എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഞാനിത് ഇത്ര പരിചയത്തിൽ പറയാനുള്ളൊരു കാരണമാണ്, ഒരു സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആളുടെ വണ്ടിയുടെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആളെത്രത്തോളം ഹാജരായി, ആളതിനെക്കുറിച്ച് പരിഗണിച്ചിട്ടില്ല. പക്ഷേ ഈ കേസ് എത്ര തവണ കോടതിയിൽ വിളിച്ചു, ഇനി അടുത്ത ഡേറ്റിലേക്ക് എന്നാണ് നീട്ടി വെച്ചിട്ടുള്ളത്, എല്ലാ കാര്യങ്ങളും A to Z ഇന്നത് ഓൺലൈനായി മാറി. FIR കോപ്പികൾ, പഴയ കേസുകളുടെയൊക്കെ FIR കോപ്പികളൊക്കെ ഇന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ പോലീസ് ഓഫീസർമാർക്ക് ഒരു മിനിറ്റ്, ഞാൻ ഒരു ചെറിയൊരു കോളായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രധാനമായിട്ട് രണ്ട് തരത്തിലാണ്, ഫിസിക്കൽ റെക്കോർഡ്സും അതുപോലെ തന്നെ ഡിജിറ്റൽ റെക്കോർഡ്സുമാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഡിജിറ്റൽ റെക്കോർഡ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഉപകാരങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഒക്കെ അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അത് തന്നെ ഡിജിറ്റലായിട്ട് നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്തായിരിക്കും? ഏറ്റവും വലിയ ഗുണം എന്തായിരിക്കും? ഈ ഡിജിറ്റലായിട്ട് നമ്മൾ സേവ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്തായിരിക്കും എന്ന് പറയാൻ കഴിയും? ഹലോ, സ്പേസ് സേവിങ്. അത് വലിയൊരു ഘടകമാണ് അല്ലേ? സ്പേസ് സേവ് ചെയ്യാൻ. അതായത് ഇനിയിപ്പോൾ ഡിജിറ്റലായിട്ട് എന്ന് മാത്രമല്ല, നമ്മൾ ഏറ്റവും നന്നായിട്ട് ഡോക്യുമെന്റേഷൻ ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ റെക്കോർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകാൻ പോകുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് ബെനിഫിറ്റ്സ് അത് നമുക്ക് ഒന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട്
നമ്മുടെ വിവരങ്ങളൊക്കെ, നമ്മുടെ സ്റ്റോർഡ് ഇൻഫർമേഷൻസ് ഒക്കെ, നമ്മൾ സൂക്ഷിച്ച ഇൻഫർമേഷൻസ് ഒക്കെ വളരെ അക്യൂറേറ്റ് ആയിരിക്കും, ഭയങ്കര കണ്ണിങ് ആയിരിക്കും, എല്ലാം കൃത്യമായിരിക്കും, അല്ലേ? ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, സാലറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം സാലറി എന്താണ് കൊടുത്തത്, അതിൽ ഈ വർഷം ഇൻക്രിമെൻറ്റോട് കൂടെ എത്ര കൊടുക്കണം, ഇതിനൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെടുന്ന സമയത്ത്, അല്ലേ? ഇപ്പോൾ സാലറി റോങ് ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ എന്തായിരിക്കും, അത് പിന്നീട് വളരെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും, അല്ലേ? പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ സ്റ്റാഫുകൾക്കിടയിലൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക എന്ന് പറയുമ്പോൾ, കൃത്യമായിട്ട് രേഖപ്പെടുത്തുമ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ കേട്ടോ. ഈ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിൽ എൻ്റർ ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഈ ഡോക്യുമെന്റേഷന്റെ സമയത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത്, അത് എഴുത്ത് ഫിസിക്കലി ആണെങ്കിലും ശരി, ഡിജിറ്റൽ ആണെങ്കിലും ശരി, നമ്മളത് രേഖപ്പെടുത്തുന്ന സമയത്ത് കണ്ണിങ് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, അക്യുറേറ്റ് ആയിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇപ്പോൾ ഒരു തെറ്റ് പറ്റിയാൽ അതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് റെഫർ ചെയ്യുമ്പോൾ ആ തെറ്റ് കാണുകയും അത് പിന്നീട് എന്ത് ചെയ്യും, ഒരുപാട് തെറ്റിദ്ധാരണകളും അതല്ലെങ്കിൽ കമ്പനിക്ക് എല്ലാ തരത്തിലും ലോസ് ഉണ്ടാക്കാനൊക്കെ സാധ്യത ഉണ്ട് എന്നർത്ഥം. പിന്നെ അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിരിക്കണം നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ, അതല്ലെങ്കിൽ നമ്മൾ രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒരിക്കലും അവിടെയും ഇവിടെ ആവാതെ ഫുള്ളായിരിക്കണം. അതുപോലെ തന്നെ അടുത്ത ഒരു കാര്യമാണ്, അതായത് നമ്മൾ റെക്കോർഡ് ഏറ്റവും നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയാം, അല്ലേ? ഒന്നാമത്തേത് അക്യൂറേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിരിക്കണം. അതുപോലെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അല്ലേ, കോൺഫിഡൻഷ്യാലിറ്റി, അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു രഹസ്യ സ്വഭാവം എന്ന് പറയാം, അല്ലേ? ഒരു ഡാറ്റ നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഷോപ്പിലെ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലെ 4 സ്റ്റാഫുകളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സാലറികൾ നമ്മൾ സേവ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ രേഖപ്പെടുത്തുമ്പോൾ, സാലറി ഒന്നും വലിയ പ്രശ്നം വരില്ല. പക്ഷേ നിങ്ങളുമായിട്ടല്ലേ, നമുക്കറിയാം നമ്മുടെ സ്റ്റാഫുകളുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ അവരുടെ ആരോഗ്യപരമായിട്ട് അവരുടെ മെഡിക്കൽ റെക്കോർഡ്സൊക്കെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളുടെ രേഖകളിൽ ഉണ്ടാവേണ്ടി വരും. ഇനിയിപ്പോൾ അത് ഹോസ്പിറ്റലിലാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പേഷ്യൻറ്റുമായി ബന്ധപ്പെട്ട അവരുടെ മുൻകാല മെഡിക്കൽ റെക്കോർഡ്സൊക്കെ നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ ഇതിനൊക്കെ ഒരു രഹസ്യ സ്വഭാവം ഉണ്ടായിരിക്കുക എന്നുള്ളത്, അത് വളരെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലേ? അത് നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ ഒരു ഏരിയയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? ഓക്കെ, എൻ്റെ വോയിസ് ഓക്കെ അല്ലേ? ഒരു കോള് വന്നിരുന്നു. ഓക്കെ അല്ലേ? വോയിസ് ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആക്സസിബിലിറ്റിയാണ്. അതായത് നമ്മളൊരു റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന സമയത്ത് ആക്സസിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം, ഇപ്പം നമുക്ക്, അല്ലേ, നമുക്കിപ്പോൾ ഏതൊരു ഓഫീസിൽ പോയാലും ഒരുപക്ഷെ ഒരു ഒരു ഡോക്യുമെൻറ്റ്സ് നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോക്യുമെൻറ്റ്സ് കിട്ടും. 2 മണിക്കൂറോ 3 മണിക്കൂറോ 5 മണിക്കൂറോ ഒക്കെ ചിലപ്പോൾ തിരഞ്ഞാലും ഡോക്യുമെൻറ്റ്സ് കിട്ടുമല്ല, എല്ലായിടത്തും കിട്ടും. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും ഒരു ഗുഡ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഗുഡ് വേ ഓഫ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്, നമുക്ക് മോസ്റ്റ് ആക്സസിബിൾ ആയിരിക്കണം, അല്ലേ? ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, റഷീദ മാം നേരത്തെ പറഞ്ഞു, ഇറ്റ് സേവ്സ് ടൈം, അവർ ടൈം, പ്രഷ്യസ് ടൈം, ടൈം ഈസ് വാല്യുബിൾ, അല്ലേ? ടൈം എന്ന് പറയുന്നത് അത്രയും പ്രഷ്യസ് ആണ്. അപ്പോൾ ആ ഒരു ടൈം വളരെ വേഗത്തിൽ തന്നെ നമുക്ക് സേവ് ചെയ്യാൻ കഴിയുന്ന തരത്തിലായിരിക്കണം ഇതിൻ്റെ ആക്സസിബിലിറ്റി ഉണ്ടാവുന്നത്. മിനിറ്റ്സുകളെ കൊണ്ട് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മളിത് സെറ്റ് ചെയ്യേണ്ടത്, അല്ലേ? മണിക്കൂറുകളെ കൊണ്ടല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, റിറ്റൻഷൻ പോളിസി എന്ന് പറയും. അതായത് ഒരു ഒരു ഓരോ ഫയലുകൾ, ഇപ്പോൾ ചില കമ്പനികളിൽ എന്നല്ല, എല്ലാ കമ്പനികളിലും ഒരു ഒരു ഡാറ്റ, അല്ലെങ്കിൽ അവരുടെ ക്ലയൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റ, ആ ഡാറ്റ എത്ര വർഷം കീപ്പ് ചെയ്യും എന്നതിന് കൃത്യമായിട്ടുള്ളൊരു പോളിസി നമുക്കുണ്ടായിരിക്കണം. ഇപ്പോൾ നബീല മാമിൻ്റെ എന്താ പറയുക, നബീല മാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ഓഫീസിൽ റഷീദ മാം വിളിച്ചു. റഷീദ മാം വിളിച്ചിട്ട് പറയാണ്, 7 വർഷം മുമ്പ് ഞാനൊരു ഇടപാട് നടത്തിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ ഇടപാടിൻ്റെ ഒരു ഇൻവോയ്സ് ആണ് എനിക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ നബീല മാം കൃത്യമായിട്ട് പറയുകയാണ്, എന്ത്, സോറി മാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനിയുടെ എന്താ പറയുക ഡോക്യുമെൻറ്റ്സ് റിറ്റൻഷൻ പോളിസി എന്ന് പറയുന്നത്
അത് എല്ലാ കമ്പനിക്കും അങ്ങനെ ഉണ്ടാകും. അവരുടെ ഒരു റിട്ടൻഷൻ പോളിസി ഉണ്ടാകും. ആ പോളിസി പ്രകാരം നമുക്ക് 5 വർഷമേ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കീപ്പ് ചെയ്യുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് അതെന്ത് ചെയ്യും, അത് ഒഴിവായി പോകും. അതല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അത് ഡിലീറ്റ് ആയി പോകുന്ന ഒരു സിസ്റ്റമാണുള്ളത് എന്നുള്ള രീതിയിൽ. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫിസിക്കൽ റെക്കോർഡ്സ് ആണെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ വിവരങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ റിട്ടൻഷൻ പോളിസി എത്ര വർഷമാണോ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നർത്ഥം. ക്ലിയർ ആണോ കാര്യങ്ങൾ? ഓക്കെയാണ് അല്ലേ? പിന്നെ നമ്മൾ പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ പുതിയ കാലത്ത് നമുക്ക് ഇത്തരത്തിൽ ഡോക്യുമെൻറ്റേഷന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ടൂൾസ് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അല്ലെ, നമുക്കറിയാവുന്നതാണ് ഗൂഗിൾ ഡ്രൈവ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക CRM ആയിട്ട് ബന്ധപ്പെട്ടുള്ള സോഫ്റ്റ്വെയറുകൾ, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ, ഇമെയിൽ ആർക്കൈവ്സ്, ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വാട്സപ്പ് സ്ക്രീൻഷോട്ടുകളൊക്കെ എന്താ ഒരു ഡോക്യുമെൻറ്റേഷനായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും? വാട്സപ്പ് സ്ക്രീൻഷോട്ടുകളൊക്കെ ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് പരിഗണിക്കാൻ പറ്റുമോ? അങ്ങനെയാണല്ലോ ഇപ്പോൾ എന്താ പറയുക. പറയൂ റഷീദ മാം, പറയൂ. അല്ല സത്യം ട്രസ്റ്റ് വർത്തി അല്ല എന്ന് പറയാം അല്ലേ. കാരണം ഒരു സെക്കൻഡറി, കോടതി പോലും സെക്കൻഡറി എവിഡൻസസിന്റെ സ്ഥാനത്താണ് ഈ വാട്സപ്പ് ചാറ്റുകളൊക്കെ കാണുന്നത് എന്നർത്ഥം. സ്ക്രീൻഷോട്ടുകളൊന്നും തീരെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പം എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇന്നിപ്പോൾ അതിൻ്റെ കാലമാണല്ലോ, ഓൺലൈൻ അബ്യൂസിൻ്റെ കാലമാണല്ലോ. ഇപ്പോൾ നമുക്ക് വേറൊരാളെ, അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ഏതെങ്കിലും ഒരു നമ്പറിൽ നിന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് 2 ഫോൺ ഉണ്ടെങ്കിൽ ഒരു ഫോണിൽ നിന്ന് ആ ഫോണിലത്തെ നമ്പർ എൻ്റെ പേര് ജസ്റ്റ് ബാസിത് സാർ എന്ന് എഴുതിയിട്ട് ഞാനതിൽ നിന്ന് എടോ ഒരു 500 രൂപ കടം തരാമോ എന്ന് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുന്നു. ഞാൻ ഇവിടുന്ന് 500 രൂപ അയച്ചു കൊടുത്ത് എൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുന്നു, എടാ ഞാൻ അയച്ചിട്ടുണ്ട് എനിക്ക് നാളെ തരണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്താ പറയുക, എനിക്ക് വേണമെങ്കിൽ പ്രചരിപ്പിക്കാം. സോറി കേട്ടോ, എൻ്റെ പേരല്ല വേറൊരാളുടെ പേര് വെച്ചിട്ട്, ഇപ്പോൾ റഷീദ മാമിൻ്റെ പേര് വെച്ചിട്ട് കൊടുക്കാം, ആണ് ഞാൻ ചെയ്തെങ്കിൽ എനിക്ക് ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നെ നാളെ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് എനിക്ക് പറയാം, റഷീദ മാം എനിക്ക് 500 രൂപ തരാണ്ട് എന്നോട് കടമായിട്ട് ചോദിച്ചായിരുന്നു, എന്നിട്ട് ഞാനത് അപ്പം തന്നെ അയച്ചു കൊടുത്തു അല്ലേ എന്ന രീതിയിലൊക്കെ എനിക്ക് വേണമെങ്കിൽ ഒരാളെ മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഇതൊക്കെ ഉപയോഗപ്പെടുത്താം. അപ്പം അതൊന്നും ഒരു ട്രസ്റ്റ് വർത്തി അല്ല. പ്രത്യേകിച്ച് നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വളരെ കണ്ണിങ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ ഉപയോഗപ്പെടുത്താൻ ഇതാക്കുക. അതായത് പ്രോപ്പർ സിസ്റ്റംസ്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റേഷനൊക്കെ പ്രോപ്പറായിട്ടുള്ള സിസ്റ്റംസ്, അത് അതിൻ്റെതായ ആപ്ലിക്കേഷനുകൾ. ഇനിയിപ്പോൾ കുഴപ്പമില്ല, സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമായി വരികയാണെങ്കിൽ സേവ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊക്കെ നമുക്ക് സെക്കൻഡറി എവിഡൻസ് ആയിട്ട് വേണമെങ്കിൽ പരിഗണിക്കാം എന്നർത്ഥം. ഓക്കെ, വേറെ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുണ്ടോ? സംശയങ്ങളോ മറ്റോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ചോദിക്കാം. നോട്ട്സ് നോക്കട്ടെ, ഞാൻ ഒന്ന് നോക്കിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം, പറഞ്ഞ കാര്യങ്ങളൊന്ന് ക്രോഡീകരിച്ചിട്ട്. ഓക്കെയാണ്. ക്ലാസ് ക്ലിയർ ആണല്ലോ അല്ലേ നബില മാം, കാവ്യശ്രീ മാം? ഓക്കെ, കാവ്യശ്രീ മാം ജസ്റ്റ് ഒന്ന് വീഡിയോ ഓൺ ആക്കാവോ മാം? ഓക്കെ ഞാൻ എന്നാ ഓക്കെ. അപ്പോൾ എനിവേ എല്ലാവർക്കും ഓക്കെ അല്ല, ഞാനേ റഷീദ മാമും നബില മാമും ഉണ്ടല്ലോ, ഞാൻ ഈ കാവ്യശ്രീ മാമിനെ കാണുമ്പോഴൊക്കെ എവിടെയോ കണ്ടു മറന്ന ഒരു മുഖഭാവം എനിക്ക് തോന്നാറുണ്ടായിരുന്നു, എവിടെയോ കണ്ടു മറന്ന പോലെ എനിക്ക് തോന്നാറുണ്ടായിരുന്നു. അപ്പോൾ സംഗതി ഞാനിങ്ങനെ ഒരുപാട് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ ഒരു സിനിമ ഉണ്ടല്ലോ, മറ്റേ നമ്മുടെ പ്രണവ് മോഹൻലാലിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, ഏതായിരുന്നു അത്? അല്ല അങ്ങനല്ല. അപ്പൊ അങ്ങനെ